അതായത് മാമ ഈ വശ്യപ്രയോഗങ്ങള് അങ്ങനെ വശീകരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ സത്യം പറഞ്ഞ കാര്യങ്ങളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം മാന്ത്രികന്മാർ ചെയ്യുന്ന പരിപാടികളാണ്. നമ്മൾ മാന്ത്രികന്മാരായിട്ട് ബന്ധമില്ല, മാന്ത്രികം ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷേ ദേവി പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം നോക്കി കാണുന്നത്. അപ്പോൾ കുറേ കാലം മുന്നേ എൻ്റെ അടുത്തൊരു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ഇതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം പ്രയാസങ്ങളായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ കേസ് പഠിച്ചു, നമ്മൾ സെറ്റിംഗ് എടുത്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ പ്രശ്നം കണ്ടുപിടിച്ചു. കാരണം ഒരാൾ ഇവരെ വശം ചെയ്തിട്ട് അയാളുടെ ഒരു അടിമയുടെ പോലെ ആക്കുകയാണ്. അയാൾ ഒരു മാന്ത്രികൻ അങ്ങനെ എന്തോ ആരുടെ അടുത്തൊക്കെ പോയി എന്തൊക്കെയോ കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്ത് ഈ വശ്യപ്രയോഗത്തിലൂടെ ആ സ്ത്രീയെ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ അയാൾ 2 കൊല്ലത്തോളം ആ ഒരു സ്ത്രീയെ അയാളുടെ ഒരു അണ്ടറിൽ അയാൾ കൊണ്ടുനടന്നു. പക്ഷേ അതിനുശേഷം ആ സ്ത്രീക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഡിപ്രഷനിലേക്ക് പോയി. പക്ഷേ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ ദേവിയുടെ അനുഗ്രഹം കൊണ്ടോ ആ സ്ത്രീ അതിൽ നിന്ന് കുറച്ച് മാറിപ്പോയപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു കംപ്ലീറ്റ് സംഭവങ്ങൾ, അത് വയറ്റിലേക്ക് കൊടുത്തേക്കണ കുറേ സാധനം ഉണ്ടായിരുന്നു, പിന്നെ ബാധകളുണ്ടായിരുന്നു. ഇത്തരം പ്രയോഗങ്ങളിലൂടെ നമ്മൾ ഒരാളെ അവരുടെ പേഴ്സണാലിറ്റി തന്നെ നശിപ്പിച്ച് കളയുന്ന പോലത്തെ പരിപാടികളാണ് ഇവന്മാർ ചെയ്യണത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്ന പോലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവിടെ ഡിപ്രഷനിലേക്കാണ് തന്നെ നമ്മൾ പോവുക. അതിൽ നിന്ന് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കുറേ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ശരീരം കേടാക്കുക, അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൽ ഞാനൊരു 2-3 കേസുകൾ ഇതുപോലത്തെ ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ വശീകരണത്തിൽ വന്നിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തേക്കണ അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോഴാണ് ഞാനിതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ദൈവമാണെങ്കിൽ പറഞ്ഞു തരുന്നത് ഇത് ഇന്നതാണ്, ഇന്ന കാര്യമാണ്, ഇന്ന പോലെയാണ് ചെയ്തേക്കണമെന്നൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ മാന്ത്രികവും സംഭവം എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ളൊരു നോളജ് എനിക്കുണ്ട്. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ വശ്യപ്രയോഗം. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നിങ്ങൾ വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും എന്തെങ്കിലും വല്ല പാനീയത്തിൽ കൂടെയൊക്കെ ചില സാധനങ്ങളൊക്കെ കലക്കി കൊടുക്കുന്ന അവസ്ഥയാണ്. ശ്രദ്ധിക്കുക.